ഫ്രണ്ട്സ്, സ്റ്റോറിയിട്ട് പോവാം. ടൈറ്റിൽ ബോസ് ഫിയാൻസി. നമുക്ക് സ്റ്റോറിയിട്ട് പോവാം. ജിന്ന് ഒരു കമ്പനി സിഇഒ ആണ്. അതുപോലെ ബോസ് നമ്മുടെ ഹീറോയിൻ ഒരു വില്ലേജ് ഗേൾ. അതെ, വില്ലേജ് ഗേൾ പറഞ്ഞ സിമ്പിൾ. കുറച്ച് സിറ്റി കുറച്ച് വില്ലേജ്. അങ്ങനെ ഹീറോയിൻ കമ്പനിക്ക് ജോയിൻ ചെയ്തു. ഹാ, എന്തടി മച്ചേ, ഇത് കാര്യം പറഞ്ഞ കേട്ടോ? പ്രിയ പറയുക കീർത്തിനോട്. എടി, ഇത് കൊറിയനല്ലേ? അതെടി, നിനക്ക് ലാംഗ്വേജ് അറിയൂല്ലടി എന്ന് പ്രിയയോട് ചോദിച്ചു. പ്രിയ പറയുന്നത്, നീ പഠിപ്പിച്ചു തന്നതല്ലേ കീർത്തി? അതെ അതെ, കുറച്ച് കഷ്ടം ഉണ്ടാവും, അത് മനസ്സിലാക്കിക്കോ എന്നെ പൂജം പറഞ്ഞു. പൂജ പറഞ്ഞു. ശരി, ഓക്കെ ഡി. അങ്ങനെ ഓഫീസിലേക്ക് വന്നു. ഓഫീസിൽ നോക്കുമ്പോൾ ഹീറോയ്ക്ക് ഓഫീസ് ഒത്തിരി ഇഷ്ടപ്പെട്ടു പോയി. ഓഫീസിൽ നല്ല ഭംഗിയായിട്ടുണ്ടടി. അതെ അതെ, നമ്മളെ സിഇഒ ബോസ് വരാൻ പോവാ. അങ്ങനെ ജിങ് സ്റ്റൈലായിട്ട് വരാൻ തുടങ്ങിയായിരുന്നു. മച്ചി, ഇതെന്തടി തലയിലെ കളർ? അയ്യോ പ്രിയ പറഞ്ഞ കേക്ക്, ഇത് ബോസാണ്. ബോസ് മാത്രമല്ല, ഒരു ആക്ടറാണ്. ഓ, ആക്ടറാണോ? അതാണ് മച്ചി. അതെ അതെ, മനസ്സിലാക്കിക്കോ. അങ്ങനെ ജിങ് സ്റ്റൈലായിട്ട് വരാൻ തുടങ്ങി. ബ്ലാക്ക് ഡ്രസ്സിൽ സ്റ്റൈലായിട്ട് വരാൻ തുടങ്ങി. ഹീറോയിൻ നോക്കി ഒറ്റ ഫ്ലാറ്റായി. മച്ചി, കാണാൻ ഭംഗിയിട്ടുണ്ടല്ലടി. ഏയ് ഓവർ ചെയ്യണ്ട ഹീറോയിനോട്. പ്രിയ ഓവർ ചെയ്യണ്ട, കണ്ടു കഥരി. ശരി ശരി, കാണാൻ ക്യൂട്ടായിട്ടുണ്ടല്ലടി. അയ്യോ പ്രിയ പറഞ്ഞ കേക്കടി, ജോലി വിട്ടണ്ട. ശരി, ഓക്കെ. ജിന്ന് എല്ലാവരും നോക്കി ചിരിച്ചിട്ട് സ്മൈൽ ചെയ്ത് അവിടുന്ന് പോയി. ജിന്ന് ഒരു പാട്ട് ഹീറോയിൻ മനസ്സിനുള്ളിൽ പാട്ട് വരാൻ തുടങ്ങി. ഹീറോയിൻ ഫ്രണ്ട് മണ്ടക്കൊരടിച്ച്. എങ്ങനെ കീർത്തി തല്ലിയത്? എടി, ഓഫീസ് സിഇഒ നമുക്ക് ഈ കമ്പനിയിലല്ല നമുക്ക് ജോലി കിട്ടുന്നത്. അങ്ങനെ അവർ ഫസ്റ്റ് ജോയിൻ ചെയ്യുന്നതാണ്. അവർ ഇൻ്റർവ്യൂ എടുക്കാൻ തുടങ്ങിയായിരുന്നു. ഇൻ്റർവ്യൂ പാസ്സായി. നിങ്ങൾക്ക് എല്ലാവർക്കും ഒപ്പറ്റ സീറ്റ്. ഭയങ്കര ഹാപ്പിയായി. 3 പേർക്ക് സീറ്റ് കിട്ടി. ഭയങ്കര ഹാപ്പി ആയിട്ട് സംസാരിക്കായിരുന്നു. അങ്ങനെ ഡേയ്സ് വരാൻ തുടങ്ങി. ജിന്ന് വന്നു പോയിരുന്നു. ഹീറോയിൻ ജിന്നിന് സീറ്റ് അടിക്കുകയാണ്. ജിന്ന് ഹീറോയിനെ നോക്കിയിരുന്നു. പിന്നെ കണ്ടുകാതെ ജിൻ പോകാൻ തുടങ്ങിയായിരുന്നു. ഹീറോയ്ക്ക് അയ്യോ, ഇവനെ കാണാൻ ക്യൂട്ടായിട്ടുണ്ടല്ലോ മച്ചി അങ്ങനെ പറഞ്ഞു. ജിന്നിൻ്റെ ഫിയാൻസി വന്നു. അത് ജിന്നിക്ക് ഓൾറെഡി എൻഗേജ്മെൻ്റ് ആയിരുന്നു. എല്ലാവരോടും പറയായിരുന്നു ജിന്നിക്ക് ഓൾറെഡി എൻഗേജ്മെൻ്റ് ആയിരുന്നു. ജിന്നിക്ക് എൻഗേജ്മെൻ്റ് നടന്നു. എല്ലാവരും പറയായിരുന്നു ഇത് ഫിയാൻസി. ഈ പെണ്ണ് തന്നെയാണ്, ഞാനാണ് കമ്പനിയിൽ സിഇഒൻ്റെ ഫിയാൻസി. ഫിയാൻസി എന്ന് എന്നോട് പറയും. ഈ വഴിക്ക് മനസ്സ് തുടങ്ങി. അയ്യോ, ഇവർ റിച്ചാണ്. ഞാൻ സെൻട്രൽ അത് എങ്ങനെ സെറ്റാവും എന്ന് ഹീറോയിൻ മേട് വാടിപ്പോകാൻ തുടങ്ങിയായിരുന്നു. ഞാൻ ഹീറോയിൻ സംസാരിക്കുമായിരുന്നു. മച്ചി, എൻ്റെ വീട്ടിൽ എനിക്ക് അലൻസ് നോക്കാണ് മച്ചി എന്നോട് പറഞ്ഞു. ഇത് 2 കണ്ണായിസ് നോക്കി. ഓ, അങ്ങനെയാണോ എന്ന് പറഞ്ഞു ഹീറോയിനെ നോക്കി അവിടുന്ന് പോയിരുന്നു. അതെ, അങ്ങനെ ഹീറോയിൻ സാഡായിട്ട് പറയാൻ തുടങ്ങിയായിരുന്നു. അങ്ങനെയായിട്ട് അതേ ഐസ് അങ്ങനെയായിട്ട് ഹീറോയിൻ്റെ ഡീറ്റെയിൽസ് നോക്കാൻ തുടങ്ങി. ഓക്കെ ഫുൾ ഡീറ്റെയിൽസ് നോക്കി. അങ്ങനെയായിട്ട് അവർ സംസാരിച്ചു. ശരി, ഓക്കെ. ഇങ്ങനെ ഫയലെടുത്ത് നോക്കി. അങ്ങനെയായിട്ട് ഡേയ്സ് പോകാൻ തുടങ്ങി. ബോസ് ട്രിപ്പ് പോയിരുന്നു. മച്ചി, ബോസ് എവിടേക്കാണ് പോയത്? അറിയില്ല മച്ചി, ബോസ് ട്രിപ്പ് പോയിരുന്നു അങ്ങനെ പറഞ്ഞായിരുന്നു. അങ്ങനെയായിട്ട് ഹീറോയ്ക്ക് സാഡായിരുന്നു. ബോസിനെ കാണാൻ പറ്റില്ലല്ലോ, അയ്യോ എന്ന് പറഞ്ഞ ഹീറോയിൻ സാഡായിരുന്നു. അങ്ങനെയായിട്ട് അതേ ഒരാൾ അങ്ങനെയായിട്ട് ഇന്ത്യയിൽ പോയി. ഓക്കെ, ഞങ്ങളുടെ മോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അങ്ങനെ പറഞ്ഞ് അവിടെ ഫാമിലിയെ സമ്മതിച്ചു. അങ്ങനെയായിട്ട് ഹീറോയ്ക്ക് എൻഗേജ്മെൻ്റ് നടന്നു. ഹീറോയില്ലാതെ എൻഗേജ്മെൻ്റ് നിശ്ചയിച്ചു. ഹലോ, എൻ്റെ ഓഫീസിലാണല്ലോ ഞാൻ. പ്രിയ, എനിക്കൊരു കാര്യം പറയുന്നുണ്ട്. എൻ്റെ അമ്മ എനിക്ക് എൻഗേജ്മെൻ്റ് എനിക്ക് ഞങ്ങൾ ഓൾറെഡി നോക്കി വെച്ചു. എൻ്റെ അമ്മ പറഞ്ഞു ഓൾറെഡി എനിക്ക് വരാൻ പറ്റില്ലായിരുന്നു എന്ന് പറയായിരുന്നു. അതുകൊണ്ട് എൻഗേജ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞു. ഞാൻ എങ്ങനെ എൻഗേജ്മെൻറ്റ് ഓൾറെഡി നിന്നെ അവർക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. നല്ല ഫാമിലിയാണ്, നിന്നെ അവർ കുഞ്ഞു പോലെ നോക്കിക്കോളും. അത് മാത്രമല്ല എനിക്ക് ഇഷ്ടപ്പെട്ട എന്താണ് ചെയ്യാം അവർ സമ്മതിച്ചു. നല്ല ആലോചിച്ചു. ശരി അമ്മ എന്ന് പ്രീസായിട്ട് പറയുന്നു. അങ്ങനെ ഹീറോയിനെ ശ്രദ്ധിച്ചുകൊണ്ടായിരുന്നു ഹീറോയിനെ ഫ്രണ്ട്. എൻ്റെ മച്ചു പറ്റും, എനിക്ക് എൻഗേജ്മെൻ്റ് നടന്നു. ഈടി നീയില്ലാതെ എങ്ങനെയാണ് എൻഗേജ്മെൻ്റ് നടന്ന കീർത്തി ചോദിച്ചു. അതേ ഡൗട്ട് പൂജ പറഞ്ഞു. എനിക്കും അവിടെ അറിയില്ലടി, ഞാനിവിടെ ഉണ്ടായിരുന്നു. അമ്മ വിളിച്ചായിരുന്നു, മാത്രം എനിക്ക് പോകാൻ പറ്റില്ല, ഇവിടെ ജോലി കൊണ്ട് പറഞ്ഞു. അയ്യോ പ്രിയ, എന്നാടി ഇവിടെ സാഡാവാ?
ശരിയായിരുന്നു. ജിന്നുക്ക് ഹീറോ ജിന്നു നോക്കിയായിരുന്നു. ജിന്നു എനിക്ക് ഹാപ്പി ആയിട്ടിരുന്നു. അതേക്കാൾ കൂടി നല്ല ജോലി സംസാരിക്കാണ് ഹീറോയിന്. ഇവിടെ ആൻസും ഓൾഡ് ആൻസും നീ കിട്ടുമെന്ന് ആഗ്രഹിച്ചു. എന്നെ കിട്ടാൻ പോകുന്നില്ല എന്ന് ജിന്നു സാഡായിട്ട് നോക്കി. എനിക്ക് ഒരു എൻഗേജ്മെന്റ് നടന്നു. ആ ജിന്നിനെ സാഡായിട്ട് നോക്കായിരുന്നു. പിന്നെ ബാക്കി ഗേൾസ് എല്ലാം പറയായിരുന്നു, അയ്യടി നമ്മ ഇത്രനാളെ തെറ്റിനിരിച്ചു പോയിടി മച്ചു, ജിന്നിക്ക് എൻഗേജ്മെന്റ് നടന്നതുമില്ല. അങ്ങനെ ഇതെല്ലാം പറയും കേട്ടായിരുന്നു. അവള് ഭയങ്കര പൊള്ളുമായിരുന്നു. ജിന്നു വഴക്കം പറഞ്ഞത് ഷാർക്ക് കേട്ടു. അത് സാർ അവളെ വഴക്ക് പറഞ്ഞ് അവള് വരാതെ മച്ചേരി കഴിഞ്ഞു. ഇത് കേട്ട് ഹീറോയ്ക്ക് ഭയങ്കര ഹാപ്പിയായിരുന്നു. പിന്നെ സാഡായി. എന്നിട്ട് പൂജ പറയുന്നത്, മച്ചി നിനക്ക് ചാൻസ് പോയിട്ട് പ്രപ്പോസ് ചെയ്യും കൂടി. എനിക്ക് ഓൾറെഡി എൻഗേജ്മെന്റ് നടന്നു. ഞാനും ഇവിടെ പ്രപ്പോസ് ചെയ്യാൻ പറ്റില്ല. സോറി അമ്മയുടെ അച്ഛനെ സാഡാക്ക വേണ്ട. വേറെ വഴിയില്ലാതെ ഭയങ്കര സാഡായിരുന്നു. ജിന്നു പറയാതായിരുന്നു, എല്ലാം ഹൈദരാബാദ് ഓക്കെ എല്ലാം ഫയൽ ചെയ്ത് കഴിഞ്ഞു എന്ന് പറഞ്ഞായിരുന്നു. ഹീറോ സാഡായിരുന്നു. ഹീറോയിൻ്റെ ജിന്നു വിളിച്ചായിരുന്നു. എന്ത് സാർ? 3 പേരെ വിളിച്ചിരുന്നു. ഹീറോയിനോട് പറയുന്നത്, എൻ്റെ മോം എനിക്ക് കോൾ ചെയ്ത് പറഞ്ഞു എന്ന് പറഞ്ഞു. എന്താ പൂജ പൂജയുടെ മമ്മി പൂജ നീയാണ് അമ്മക്ക് ഫോൺ നമ്പർ കൊടുത്തത്? അതെ സാർ. കമ്പനിക്ക് വരാം. എനിക്ക് മാനേജർ കോൾ ചെയ്ത് പറഞ്ഞു നിങ്ങൾക്ക് 3 പേർക്ക് ഇന്ത്യയൊക്കെ പോകണം. ഓൾറെഡി ഇത്ര നാൾ ലീവ് എനിക്ക് പൂജ നിൻ്റെ മോം ചോദിച്ചായിരുന്നു. അങ്ങനെ പൂജയോട് പറഞ്ഞായിരുന്നു. ഹീറോയോട് പറഞ്ഞു നിൻ്റെ മോം കോൾ ചെയ്ത് പറഞ്ഞായിരുന്നു. അതുകൊണ്ട് നിങ്ങൾ 3 പേരെ ലീവ് ചെയ്തു എന്ന് പറഞ്ഞു. എത്ര മന്ത്? 1 മന്ത് ലീവ് എന്ന് പറഞ്ഞു. ഇത് കേട്ട് ഹീറോയ്ക്ക് ഷോക്ക്. എന്ത് 1 മന്ത് ലീവ് നമുക്ക് 3 പേർക്ക്? അതെ അതെ ശരി ഓക്കെ ഞാൻ പോയിക്കോ എന്ന് ചെന്ന് പറഞ്ഞാണ്. പറഞ്ഞു ഹീറോയ്ക്ക് ഭയങ്കര ഹാപ്പിയായിരുന്നു. പൂജ പറയുന്നത് എനിക്ക് മാരേജ് ഞങ്ങൾ കൂടെ വരാം. അങ്ങനെ ഹീറോയിൻ്റെ കൂടെ ഒരുമാതിരി സാഡായിരുന്നു.